ഹായ് ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ പപ്സിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. ബേക്കറിയിൽ പോയാൽ എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് പപ്സ്. അപ്പോൾ ഇത് എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പപ്സിൻ്റെ പേസ്ട്രി ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പപ്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ അല്ലെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗോതമ്പ് പൊടി 1 കപ്പ് എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ബട്ടർ കയ്യിലില്ലാത്തവർ നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പപ്സിൻ്റെ അതേ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ബട്ടർ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന അതേ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മസാലയൊക്കെ റെഡിയാക്കുന്ന ആ ഒരു സമയം മതി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കണമെങ്കിൽ അതേ രീതിയിൽ വെക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 സവോള അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞ സവോളയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കാരണം മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് വഴണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഇതിപ്പോൾ ഞാൻ ബോൺലെസ് ചിക്കന് ഒരു 150 ഗ്രാം ചിക്കന് എല്ലില്ലാത്ത പീസ് എടുത്താണ്. അത് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടങ്ങനെ പിച്ചിട്ട് അതായത് മുറിച്ചിട്ടിട്ട് എടുത്തിരിക്കുന്നതാണ്. മിക്സിയിലിട്ട് നിങ്ങൾക്ക് അടിക്കണമെങ്കിൽ അതേ രീതിയിൽ ചെയ്തെടുക്കാം. പക്ഷേ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുത്താൽ മതി. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ജസ്റ്റ് ഒന്ന് മസാല എല്ലാത്തിലൊന്ന് പിടിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇത് ചിക്കനിലേക്ക് മസാല എല്ലാം മൊത്തത്തിലൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഇത് അടച്ചൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മാവൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഊറ്റിയെടുക്കുന്നതിനേക്കാട്ടും കുറച്ചുകൂടി വലുപ്പത്തിലാണ് ഉരുള എടുത്തിരിക്കുന്നത്. കാരണം കുറച്ചുകൂടി തിക്കായിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇതിപ്പം നമ്മൾ 1 കപ്പ് മാവിന് എടുത്തിരിക്കുന്നത് ഒരു 5 പപ്സ് നമുക്ക് തയ്യാറാക്കാൻ ഉള്ള മാവുണ്ട്. അപ്പോൾ ഇത് 5 ഉരുളയായിട്ട് നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഉരുളകളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഏത് കല്ലിലാണോ ചപ്പാത്തി പരത്തുന്നത് അതിലേക്ക് കുറച്ച് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് തിന്നായി പോകരുത്. ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ അത്രയും തിന്നായിട്ട് പരത്താതെ കുറച്ച് കട്ടിയായിട്ട് പരത്തിയെടുക്കുക. പിന്നെ പരത്തുന്ന സമയത്ത് നിങ്ങൾ ഷേപ്പും കാര്യങ്ങളൊന്നും നോക്കണ്ട. കുറച്ച് സ്ക്വയറായിട്ട് പരത്താൻ പറ്റുമെങ്കിൽ ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇത് ഏകദേശം സ്ക്വയറായിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. മുറിക്കാനായിട്ട് നടുക്കൂടെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പീസായിട്ട്.
ഇനി ഇത് 2 പീസാക്കി മാറ്റിയിട്ട് ഇനി നമുക്ക് പപ്സിൻ്റെ എങ്ങനെ ഇത് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ 2 പീസിലും കുറച്ച് ബട്ടർ വെച്ച് ഞാൻ തേച്ച് കൊടുക്കുകയാണ്. ആ ബട്ടറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതിലേക്കൊന്ന് വരാൻ വേണ്ടി കുറച്ച് ബട്ടർ 2 സൈഡിലും തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം എങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നിൻ്റെ മുകളിലായിട്ട് ഒരു പീസ് വെക്കുന്ന രീതിയിൽ ആണ് ക്രോസ് ആയിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനിയും നമ്മളിതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയുടെ മിക്സ് നമുക്ക് വെച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതലായിട്ടോ കുറവായിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മിക്സ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് മടക്കുന്നത് അടിയിൽ നിന്നുള്ള പീസ് ആദ്യം മടക്കുന്ന രീതിയിൽ ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി മുകളിലിരിക്കുന്ന പീസും ഇതേപോലെ മടക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഒട്ടിയിരിക്കും. നിങ്ങൾ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് പ്രസ്സായിട്ട് ഇതേപോലെ ഒരു പപ്സിൻ്റെ ഷേപ്പിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു മെത്തേഡ്. ഇനി ഞാൻ സെക്കൻഡ് ഒരു മെത്തേഡോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കല്ലിലേക്ക് കുറച്ച് ഇതുപോലെ തന്നെ പൊടി ഒന്ന് വിതറി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതേപോലെ പരത്തി കൊടുക്കാം. പരത്തുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഷേപ്പൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് അത്യാവശ്യം വലുപ്പത്തിൽ പരത്തിയെടുക്കുക. അപ്പം മാവ് അത്യാവശ്യം തിക്കായിട്ട് പരത്തിയെടുക്കുക, ഒരുപാട് അങ്ങ് തിന്നായി പോകരുത്. ഇതും ഞാൻ അതേപോലെ തന്നെ ഒരു സ്ക്വയറായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നടുഭാഗത്തൂടെ ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ നടുവയായിരുന്നു. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നടുഭാഗത്തൂടെയും അതുപോലെ സെൻറ്ററിൽ കൂടെയും 2, അങ്ങനെ 4 പീസായിട്ടാണ് ഇത് കട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് 4 പീസിലും അതിൽ 2 പീസിലായിട്ട് നമുക്കിങ്ങനെ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ എന്താണെന്ന് വെച്ചാൽ തേച്ച് കൊടുക്കുക. 2 പീസിൽ മാത്രം തേച്ചാൽ മതി. ഇനിയും ഒരു പീസ് എടുത്ത് ഒന്നിൻ്റെ മുകളിലായിട്ട് വെക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതേ രീതിയിൽ 2 പീസിൻ്റെ മുകളിലായിട്ട് ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം 2 പഫ്സ് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ പരത്തി കാണിക്കാം. ഇനി ഇത് ഇച്ചിരി വലുപ്പത്തിൽ, അതായത് ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് പരത്തി വലുതാക്കണ്ട, ജസ്റ്റ് ഒന്ന് സൈഡ് മാത്രം ഒന്ന് പരത്തി ഇതേ വലുപ്പത്തിൽ ഒന്നാക്കിയെടുത്താൽ മാത്രം മതി. ഒരു സ്ക്വയർ രൂപത്തിൽ ഒന്നങ്ങ് പരത്തിയെടുക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ സ്ക്വയറായിട്ട് ഒന്നങ്ങ് പരത്തി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ ചിക്കൻ്റെ മിക്സ് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പം മിക്സ് എല്ലാം ഞാൻ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മടക്കുന്നതെന്ന് പറഞ്ഞാൽ കോണോട് കോണാണ്, അതായത് ഒരു കോണിൽ നിന്ന് മറ്റേ കോണിലേക്ക് ഇങ്ങനെ ഇതേ രീതിയിൽ ഒന്നങ്ങ് മടക്കി കൊടുക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതായത് പേസ്ട്രി ഇതേപോലെയാണ് മടക്കിയെടുക്കുന്നത് പഫ്സിൻ്റെ. അപ്പോൾ ഇതേപോലെ മടക്കിയെടുക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുപ്പത്തിൽ എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് കുറച്ചുകൂടെ കട്ടിയായിട്ട് എടുത്തതിന് ശേഷം കുറച്ച് വലുപ്പത്തിൽ ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പം സെക്കൻഡ് മെത്തേഡ് ഇതാണ്. ഞാൻ ബാക്കിയെല്ലാം ആദ്യം നമ്മൾ ചെയ്ത മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇതേപോലെ ഒന്ന് എടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പം അതേ രീതിയിൽ ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ തവയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എണ്ണ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, അതായത് ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടി മാത്രം എണ്ണ ഒഴിച്ചാൽ മതി. മുങ്ങി കിടക്കുന്ന രീതിയിലൊന്നും ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് 2 സൈഡും ഒരേപോലെ ഒന്ന് ക്രിസ്പി ആയി വരുന്ന രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം.
ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വരുന്ന രീതിയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. എത്ര സമയം വേണേലും ഇതുപോലെ ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. ഹോം മെയ്ഡ് പപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലിടണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.